ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ശിവരാത്രിയുടെ പിറ്റേ ദിവസമാണ് കേട്ടോ. ഇന്നലെ ശിവരാത്രി ആയിരുന്നു. ഞങ്ങളെല്ലാവരും ശിവരാത്രി പറമ്പിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെയൊക്കെ കൊണ്ട്. ഇന്ന് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. ഇന്നലെ എന്തൊക്കെ സാധനങ്ങൾ അവിടെ വാങ്ങാൻ പറ്റുന്നുണ്ടെന്നൊക്കെ നോക്കി വെച്ചിട്ടാണ് വന്നത്. ഒരുപാട് നോക്കാനായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിൽ മൊത്തത്തിലൊന്നും പോകാൻ പറ്റിയില്ല. എന്നാലും നമ്മൾ എന്തൊക്കെയുണ്ട് എങ്ങനെയുണ്ട് ഒരുപാട് വർഷങ്ങളായി നമ്മൾ ശിവരാത്രിക്ക് പോയിട്ടോ. ഇപ്പോൾ നമ്മൾ കോവിഡ് വരുന്നതിന് മുന്നേ ശിവരാത്രിക്ക് പോയത്. അത് കഴിഞ്ഞ് നമുക്ക് പോകാനേ പറ്റിയിട്ടില്ല. അട്ടപ്പാടിയത്തെ ഏറ്റവും വലിയൊരു ഉത്സവമാട്ടോ ശിവരാത്രി. പക്ഷെ നമുക്ക് ശിവരാത്രിക്ക് പോകാനായിട്ട് കുറേ വർഷങ്ങളായിട്ട് പറ്റിയിട്ടില്ല. എല്ലാവരും പറയണേ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കുറച്ചുകൂടെ കടകളൊക്കെ കുറവാണെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല കേട്ടോ. ഒരുപാട് വർഷങ്ങളായിട്ട് പോയിട്ട് 2 വർഷവും ശിവരാത്രിയുടെ അന്ന് ഞങ്ങൾ അഡ്മിറ്റായിരുന്നു കേട്ടോ കുഞ്ഞിനെ കൊണ്ട്. ശിവരാത്രിയുടെ അന്ന്, അതിൻ്റെ തലേദിവസമല്ല പിറ്റേ ദിവസമല്ല, അന്ന് തന്നെ 2 പ്രാവശ്യം അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം നമുക്ക് കുഞ്ഞിന് ഹോമിയോ മരുന്ന് കൊടുത്തിട്ടായിരുന്നു. കുഞ്ഞിന് ഹോമിയോ മരുന്ന് പറ്റില്ല. ആൾക്ക് ഹോമിയോ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് അസുഖമാണോ ഭയങ്കരമായിട്ട് കൂടും. 2 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. 2 പ്രാവശ്യം ഞങ്ങൾ കൊണ്ട് പിന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് 2 വർഷമായിട്ട് ശിവരാത്രിക്ക് പോയിട്ടില്ല. പിന്നെ അതിന് മുന്നേ കോവിഡായിരുന്നു. ഒരു ചെറിയ എല്ലാവരും നല്ല ചൂടാന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ മലകളൊക്കെ കഴിഞ്ഞ് ഉണങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കണ്ടവും താഴെ തോടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഇങ്ങോട്ട് അധികം ഉണക്ക് വന്നിട്ടില്ല. രാവിലെ ഒന്നും നല്ല തണുപ്പുണ്ട് കേട്ടോ. രാവിലെ സമയത്ത് ജനൽ തുറന്നിട്ടിട്ട് ചെറിയ ഫാനിട്ട് കിടന്നിട്ട് എൻ്റെ മൂക്ക് കടഞ്ഞ് തണുപ്പ് കാരണം. രാവിലെ സമയത്ത് വെയിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് അതിൽ മാറ്റം വരുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൂട്, ഒരു ഭയങ്കര പുഴുങ്ങലുണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നുമില്ല കേട്ടോ. ഒരു കാറ്റും എപ്പോഴും കാറ്റും തണുപ്പൊക്കെ ഉണ്ട്. നമുക്കിനിപ്പോൾ എത്ര വീട്ടിൻ്റെ ഉള്ളിൽ ഒരു ഉച്ച കഴിയുന്നവരെ വീട്ടിൻ്റെ ഉള്ളിൽ തണുപ്പായിരിക്കും. ഉച്ച കഴിഞ്ഞ് നല്ല വെയിലൊക്കെ കഴിയുമ്പോഴത്തേക്ക് വീടിൻ്റെ ഉള്ളിൽ ചെറിയ ചൂട് വരുമ്പോൾ പുറത്തോട്ട് ഇറങ്ങിയത് നല്ല തണുപ്പാണ്. രാത്രിയൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്ത്. ഇതുണ്ട് ഇവിടെയൊക്കെ ഫുള്ള്. ഇവിടെ ഒന്നും ഇങ്ങനെ ഉണങ്ങില്ല. അവിടെയൊക്കെ കണ്ടവും പാടമൊക്കെ ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ പിന്നെ ഈ പാടമായിട്ടില്ല, കണ്ടങ്ങളുണ്ട്. ഇപ്പോൾ കവുങ്ങ് കേട്ടോ കണ്ടത്തിൽ ഫുള്ള്. പിന്നെ തോടുമുണ്ട്. തോടിൽ വെള്ളം കുറവായിട്ടുണ്ട്, നന്നായിട്ട് കുറവുണ്ട്. ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ എന്താ തോട്ടിൽ പോയി വീഡിയോ എടുക്കാതെ. വെള്ളം ഒഴുകുന്നത് ഒരു പരിധി വരെ കുറഞ്ഞു. പിന്നെ ഈ വേനലാകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, കരിയിലയൊക്കെ നന്നായിട്ട് കൊഴിഞ്ഞ് വീഴും. അപ്പോൾ തോടിലും അതുപോലെയല്ലേ, കരിയില ഫുള്ള് തോടിൻ്റെ സൈഡിൽ കൂടെയുള്ള മരത്തിലുള്ള കരിയിലയൊക്കെ വീഴുമല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ തോട്ടിലോട്ട് പോകാത്തത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അലക്കാനൊക്കെ പോകാറുണ്ട് കേട്ടോ. നമ്മൾ ചവിട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അലക്കാനൊക്കെ ആയിട്ട് തോട്ടിൽ പോകാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ കരിയിലൊക്കെ ഒന്ന് വൃത്തിയാക്കി വിട്ടാൽ മതി. വൃത്തിയാക്കി തോട് ഉപയോഗിക്കാം. നമ്മൾ മെനക്കെടാത്തോട്ടോ പോകാത്തത്. നമ്മളിന്ന് രാവിലെ കഴിക്കാനായിട്ട് കലത്തപ്പമായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ വീഡിയോ എടുത്തില്ല, നല്ല ഇരുട്ടായിരുന്നു കേട്ടോ, വെളിച്ചം കുറവായിരുന്നു. അതുകൊണ്ട് അപ്പോൾ വീഡിയോ ഇൻട്രോ എടുത്തില്ലായിരുന്നു. ഇൻട്രോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനപ്പോൾ കലത്തപ്പം ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കലത്തപ്പം ഉണ്ടാക്കിയത് എങ്ങനെയാണ് കണ്ടേ. നമുക്ക് ആദ്യം ചോറ് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 സ്പൂണോളം ചോറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചോറ് നമുക്ക് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാവേ. അപ്പോൾ ചോറ് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് പൊടി ഇടാം. നമ്മളിതിലോട്ട് അരിപ്പൊടി അരിപ്പൊടി ഇടുക കേട്ടോ. ഏകദേശം ഒരളവിന് എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്കിത് നന്നായിട്ട് ഇനി അരച്ചു കൊടുക്കണം. നമ്മളിതിലോട്ട് കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇടുന്നുണ്ട്. ജീരകം ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. നമ്മളിതിലോട്ട് ശർക്കര ഉരുക്കിയത് ഒഴിക്കുവാണ്. ഇത് വല്യമ്മയുടെ എനിക്ക് പറഞ്ഞാൽ ഇതുപോലെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. വല്യമ്മയൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനും മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. പണ്ട് ഞാൻ ഉണ്ടാക്കിയത് കുക്കറിൽ. പക്ഷെ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ നടുഭാഗം മാത്രം കരിഞ്ഞു പോവുക, സൈഡൊന്നും ആവണമില്ല. സൈഡായി വരുമ്പോഴത്തേക്ക് നടുഭാഗം കരിയും. എത്ര ഫ്ലെയിം കുറച്ച് വെച്ചാലും അങ്ങനെ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുപ്പിലുണ്ടാക്കാമെന്ന് വെച്ചു. പ്രാവശ്യം ഒരു 1/2 ടീസ്പൂണോളം നമ്മൾ സോഡാപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇത് സോഡാപ്പൊടി ഇടാണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ പിന്നെ വേറെ എന്തുണ്ടാക്കുകയാണെങ്കിലും മാക്സിമം ഈസ്റ്റ് സോഡാപ്പൊടി ഇടാതെ കേട്ടോ ഉണ്ടാക്കാറ്. പക്ഷെ ഇതിന് മാത്രം സോഡാപ്പൊടി ഇടാതെ പറ്റില്ലല്ലോ. ഇപ്പം തന്നെ ഉണ്ടാക്കുമല്ലേ. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മളിനി ചട്ടിയിൽ ഒഴിച്ച് വെക്കാനായിട്ട് പോവുകയാണേ. നമുക്കപ്പോൾ കലത്തപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ എടുത്തിരിക്കുന്ന മൺചട്ടി ഈ ഒരു ചട്ടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയൊരു ചട്ടിയാണ്.
ഈ ചട്ടിയും പിന്നെ ഇതിനൊരു അടപ്പും കൂടി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കമഴ്ത്തി അടയ്ക്കും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ കനലിടും. അപ്പോൾ കലത്തപ്പത്തിൻ്റെ താഴെയും മുകളിലും കനൽ വരുമ്പോൾ രണ്ട് സൈഡും ഒരു കട്ടിയുള്ള നല്ല കഴിക്കാൻ രസമുള്ളൊരു ഭാഗമില്ല, അത് രണ്ട് സൈഡിലും വരും. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് വറുത്ത് ചേർക്കാനായിട്ട്. പിന്നെ ചെറിയുള്ളിയും ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ചെറിയുള്ളിയും തേങ്ങയും കൂടെ എണ്ണയിലും നെയ്യിലും കൂടെ ആദ്യം വറുത്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാവ് ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ. നന്നായിട്ട് കനലാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലും കനലിടാനായിട്ട് ചിരട്ടയും തൊണ്ടൊക്കെ വെച്ച് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കനലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വറുത്തിട്ട് പിന്നെ കനലൊക്കെ എടുക്കാവേ. അപ്പോൾ നെയ്യും എണ്ണയും നമ്മൾ പകുതി ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് ഇനി തേങ്ങ ഇടാനായിട്ട് പോവുകയാണ്. മൺചട്ടി ആയതുകൊണ്ട് കുറച്ചധികം എണ്ണ വേണ്ടി വരുവേ, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. എല്ലാ ഭാഗത്തോട്ടും ഇങ്ങനെ വറക്കുമ്പോൾ തന്നെ എണ്ണ ചട്ടിയുടെ എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുത്താൽ നല്ലതാണ്. കറി കൊണ്ടുവന്ന് കഴിഞ്ഞ് ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി കോരി വെക്കാം. ഇനി വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. ഇന്ന് എടുക്കാവേ. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് തേങ്ങ ഇടുന്നുണ്ട്. അടിയിലോട്ട് തന്നെ തേങ്ങ ഇടുന്നേ. അത് നമുക്ക് ഇതിലോട്ട് മാവ് ഒഴിക്കണേ. കുറച്ച് ലൂസായിരിക്കണം, ഒരുപാട് കട്ടിയായി പോകരുത്. കുറച്ച് വെള്ളം പോലെ ആയിരിക്കണം. നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിനി ഉള്ളിയും തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. മറ്റതും അടിയിലിട്ടതും മുകളിലോട്ട് തന്നെ വരും കേട്ടോ. അതങ്ങനെ പൊങ്ങി വരും. എന്നാലും ഇടയിലൊക്കെ നിൽക്കുവാണെങ്കിൽ ഒരു രസം. നമ്മളെടുത്ത് അടപ്പ് വെച്ച് ഇത് മൂടുവാണെന്നുണ്ടെങ്കിൽ മാവ് തട്ടുന്നുണ്ട് കേട്ടോ. മാവ് കുറച്ചധികം ഉണ്ട്. ഞാൻ ഇതിലും കുറച്ച് കുറവാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നമ്മൾ അരച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഞാൻ ആ തട്ട് മാറ്റിയിട്ട് ഒരു ചട്ടി വെച്ചു കേട്ടോ. ഈ ചട്ടിയുടെ മുകളിൽ നമുക്ക് കനൽ കോരിയിടാൻ ഇനി മുകളിൽ നിന്നും താഴെ നിന്നും ചൂട് കിട്ടുവേ അപ്പത്തിലോട്ട്. ഇപ്പം നമ്മളൊരു അരമണിക്കൂറിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3/4 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുകളിൽ കുറച്ച് കനൽ, അടിയിൽ കുറച്ച് കനലായപ്പോൾ മുകളിൽ ഇട്ട് കൊടുത്തു. ഇടയ്ക്ക് ചെറുതായിട്ട് തീ കത്തിച്ചു കൊടുത്തു കേട്ടോ. ഒരുപാട് കനൽ അല്ല, ഒരുപാട് തീ കത്തി ചിലപ്പോൾ എല്ലാം കൂടെ കരിഞ്ഞു. എങ്ങനെയാണെന്ന് അറിയില്ല. തുറന്ന് വെക്കാനായിട്ട് പോവുകയാണേ. എന്തൊക്കെയോ ആയിട്ടുണ്ട്. എന്തായാലും നോക്കാം. ഒരു കോലിട്ടൊന്ന് കുത്തി നോക്കട്ടെ കേട്ടോ വെന്തോന്ന്. മുൾഭാഗം അത്യാവശ്യം നന്നായിട്ട് ചൂടായതുകൊണ്ട് ഉള്ളി ചെറുതായിട്ട് കണ്ടോ ഒരു കരിയണ പോലെ ആയിട്ടില്ലേ. വെന്തിട്ടുണ്ട്. വെന്തിട്ടുണ്ട്. അപ്പം ഇനി ചട്ടി ഒന്ന് തണുക്കണം കേട്ടോ. തണുത്താലേ നമുക്കിതൊന്ന് ശരിക്കും വിട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് തണുക്കാൻ വെക്കാം. അവിടെ അപ്പം ചെറിയ രീതിയിലല്ല കേട്ടോ, നല്ല രീതിയിൽ പാളിപ്പോയി. എന്താ പറ്റിയെന്നുള്ളത് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് കേട്ടോ അരിപ്പൊടി വെച്ചുണ്ടാക്കുന്നത്. അതൊരു സത്യമാണ്. പിന്നെ കറക്റ്റ് ഒരു ആയി വന്ന സമയത്ത് തന്നെ കുഞ്ഞ് എഴുന്നേറ്റ് വന്നായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടപ്പോൾ ഒന്ന് എടുക്കാനായിട്ട് പറ്റിയത് കേട്ടോ അടുപ്പത്തിന്. ഇതാ അമ്മ തരാം. ഇതാ എങ്ങനെ ഉണ്ടാക്കണ്ടേന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കറക്റ്റായിട്ട് ഞാൻ ഇതിന് മുന്നേ ഇങ്ങനെ ചെയ്തപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ചട്ടിയിലുണ്ടാക്കി കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അമ്മയുടെ ചേച്ചിയൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ടേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കയ്യിൽ നിന്ന് പോയി. സെൻറ്റർ ഭാഗത്തൊക്കെ ഒരു വരയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉള്ളത് കഴിക്കട്ടെ. കഴിക്കാൻ പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല, കഴിക്കാം. ടേസ്റ്റൊക്കെ ഉണ്ട്. നമുക്കിനി ഇപ്പോൾ ചീര പറിക്കാൻ പോയാലോ. ചീര നമ്മുടെ കണ്ടത്തിൽ ഈ നമ്മൾ നടുന്ന ചീരയല്ല കേട്ടോ, അത് തന്നെ മുളച്ച് വരുന്ന ചീരകളാണേ. അത് ഇപ്പോൾ നനവൊക്കെ ചെല്ലുന്ന സ്ഥലത്ത് കുഴപ്പമില്ല. നനവില്ലാതെ വാഴ വെക്കാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അവിടെ കാണുന്നുണ്ടെങ്കിൽ ചീര ഒരുമാതിരി ശോഷിച്ച് വന്ന് പൂവൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ കുറച്ച് നല്ല ഇലകളുണ്ട്. പൂവാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ ഈ പൂവുള്ള ഭാഗം ഒന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ചീര വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-20 ദിവസം കഴിയുമ്പോഴത്തേക്ക്, 10-20 ദിവസമൊന്നും വേണ്ട, അതിന് പിന്നെ നല്ല പുതിയ ചീര കിളിർത്ത് വന്ന് നമുക്ക് വീണ്ടും നല്ല ചീര കിട്ടും. അപ്പോൾ അതൊന്ന് വെട്ടിയും കളയണം. അതിൽ നല്ല ചീര നോക്കി നമുക്ക് പറിച്ചു എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങി പോകുന്നത് കണ്ടത്തിലോട്ടാണേ. ഈ പൂ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതൊരു കായ ഉണ്ടാവും കേട്ടോ. ഇതിൽ ചെറിയ ചെറിയ കായകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ ചീമക്കൊന്ന പൂ എന്ന് പറയുന്നത്. ചൈനയിൽ നിന്ന് വന്ന സാധനം ആയതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ, ചീമക്കൊന്ന എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. ഇത്തിരി അത്യാവശ്യം നന്നായിട്ട് മഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ. ഈ കവുങ്ങിലൊക്കെ മഞ്ഞ് വീണിട്ടേ അതിപ്പോൾ മഴത്തുള്ളി പോലെ ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുവാണേ. ഇതിലൊക്കെ ഉണ്ടോ, വാഴയിലും എല്ലാത്തിലും അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്. മഞ്ഞ് വീണിട്ടുണ്ട്. രാത്രി മഞ്ഞ് വീഴുന്നുണ്ട്. ഇപ്പോൾ ചില ദിവസങ്ങളിൽ മാത്രമേ ഒരു മഴയുടെ ഇത് വന്ന സമയത്ത് മാത്രമേ മഞ്ഞ് വീഴാതെ ഒരു ചൂടുണ്ടായിരുന്നുള്ളൂ, ചെറിയൊരു ചൂട് പോലെ. അല്ലാത്ത സമയത്തൊക്കെയും മഞ്ഞിൻ്റെ ആ ഒരു തണുപ്പുണ്ട് ഇപ്പോഴും.
ഇത് നന്നായിട്ട് പൂത്ത് കൊലച്ച് നിൽക്കുന്നതാണ് ചീര. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചെറിയ ചീരകൾ കിട്ടുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്ത. ഇത് ഒരുപാട് പൂവായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇങ്ങോട്ട് ആദ്യം വന്നത് ഇത് വെട്ടിക്കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് അപ്പുറത്ത് വാഴ നനയ്ക്കുന്നിടത്ത് കുറച്ച് നല്ല ചീര നിൽക്കുന്നുണ്ട്, വലിയ പൂവൊന്നും ആവാത്ത പിഞ്ച് ചീരകളുണ്ട്. ഇതൊക്കെ മൂത്ത് പോയതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേണ്ടത് ഉള്ളതൊക്കെ പറിച്ചെടുത്തിട്ട് നമുക്കിത് വെട്ടിക്കളയാം. ഇവിടെയൊക്കെ കഴിഞ്ഞ വർഷം വാഴ നട്ടായിരുന്നേ, ഈ വർഷം നമ്മളിവിടെ ഒന്നും വാഴ നട്ടിട്ടില്ല. നമ്മളെ ചീര പറിക്കാൻ വന്നപ്പോൾ ഇപ്പുറത്ത് കുറച്ച് നാരങ്ങ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഉച്ച സമയമാകുമ്പോൾ അത്യാവശ്യം ചൂട് വരുന്ന സമയത്ത് നമുക്ക് പിഴിഞ്ഞു കുടിക്കാവേ വെള്ളം പിഴിയുന്ന നാരങ്ങ. ഒരു മുളയുടെ ഒരു കമ്പ് നമ്മളൊന്ന് വെട്ടിയെടുത്തു കേട്ടോ, നാരങ്ങ പറിക്കാനായിട്ട്. വേറെ കമ്പൊന്നുമില്ല ഇവിടെ, മുള നിൽപ്പുണ്ട്. കുറേ കുട്ടി കുട്ടി മുളകളുണ്ട് കേട്ടോ ഈ പറമ്പിൽ. അതിൽ നിന്നൊരു മുള വെട്ടിയെടുത്തു. നല്ല പരുവത്തിന് നിൽക്കും കേട്ടോ നാരങ്ങ. ഈ വേനൽക്കാലത്ത് ഒരുവിധം ഇപ്പോൾ ഈ നാരങ്ങകളൊക്കെ ഇല കൊഴിഞ്ഞ് ഒരു വാടി പോലെ നിൽക്കും കേട്ടോ, ഇലയൊന്നും ഇല്ലാതെ. അപ്പോൾ ഇത് ഇവിടെ മാത്രം നല്ല നാരങ്ങ നിൽപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നപ്പോഴാട്ടോ കണ്ടത്. 2-3 പറിച്ചിട്ട് പോയാൽ നമുക്ക് ഉച്ചത്തേക്ക് വെള്ളം പിഴിയാനുള്ള നാരങ്ങയായല്ലോ. നല്ല മണമുണ്ട് കേട്ടോ ഈ നാരങ്ങയ്ക്ക്. നിങ്ങളുടെ അവിടെ എന്താ പറയുകയെന്ന് പറയുന്നത്? ഇത് വെള്ളം പിഴിയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന നാരങ്ങ. ഒരു പുളി ഇട്ട് വെച്ചാൽ അത്യാവശ്യം പുളിയുണ്ടെന്ന്, ചെറുനാരങ്ങ പോലെ നമുക്കൊരു കയ്പ്പ് തോന്നുന്ന രീതിയിലുള്ളൊരു പുളിയില്ല കേട്ടോ, പാകത്തിന് പുളിയുള്ള. എന്നാൽ വെള്ളം പിഴിഞ്ഞാൽ നല്ല മണമുള്ള നാരങ്ങ. പച്ചക്ക് ഇതൊരു വിധം പഴുത്തിട്ടുണ്ട്, ഇത്തിരി വലിയ പുളിയൊന്നും ഉണ്ടാവില്ല. കുറേ പൊട്ടിപ്പോയി, ഇത് വേഗം താഴെ വീണ പൊട്ടും. നമുക്ക് ഇത്രയും നാരങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല ഒരുപാട് നാരങ്ങ ഇട്ടിട്ട് ഇതിൽ നമുക്ക് വേണ്ടത് മാത്രം എടുക്കുക. പൊട്ടിയതൊക്കെ എടുത്ത് നമുക്ക് ഇന്ന് വെള്ളം പിഴിയാം, പൊട്ടാത്തൊക്കെ എടുത്ത് നമുക്ക് വെക്കാം. പിന്നെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വെള്ളം പിഴിയാലോ. നല്ല മണമുണ്ട് കേട്ടോ, രക്ഷയില്ല എൻ്റെ മണം. നമുക്കിനി നേരെ വീട്ടിലോട്ട് പോവാവേ. എന്ത് നാരങ്ങ അറിയാം? ഇതിന് പേരുണ്ടോ? നമുക്ക് വീട്ടിൽ പോയിട്ട് അമ്മയോട് ചോദിച്ചോക്കാം ഇതിൻ്റെ പേരെന്താ. അത് ഞാനൊക്കെ വെള്ളം പിഴിയുടെ നാരങ്ങ കേട്ടോ, വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇതുകൊണ്ട് ചെയ്യാറില്ല, ഒരു കാര്യവും ചെയ്യാറില്ല. അതുകൊണ്ട് വെള്ളം പിഴിയുടെ അങ്ങനെ ഉപയോഗിക്കും. നമ്മുടെ ഇവിടെ ഈ കവുങ്ങിനൊക്കെ മരുന്നടിക്കുന്ന സമയത്തേ ഈ തുരിശും കുമ്മായൊക്കെ കയ്യിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ പാത്രങ്ങളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പോകാനായിട്ട് പെട്ടെന്ന് നീരുള്ള നാരങ്ങ എന്ന് പറയുമ്പോൾ ഇതല്ലേ, ഇതിപ്പോൾ കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. ചെറുനാരങ്ങ എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരിയല്ലേ കിട്ടുള്ളൂ, പക്ഷേ ഇത് ഒരുപാടുണ്ടാവും കൈയൊക്കെ കഴുകാനൊക്കെ ആയിട്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഈ നാരങ്ങ ഇട്ടുന്ന കൈയൊക്കെ കഴുകിയിട്ടായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. ആ സമയത്ത് നല്ല ചിലവാണ് ഇതിൽ. പിന്നെ ചിലവുള്ളത് വേനൽക്കാലം വരുമ്പോഴാണ്. ഇത് കണ്ടോ,
തേങ്ങ നമ്മളൊക്കെ പൊതിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി വൃത്തി ഉണ്ടാവും. എന്ത് വൃത്തിയായിട്ടോ നോക്കി തേങ്ങ പൊതിച്ച് വെച്ചേക്കുന്നത്. ഇത് മനുഷ്യന്മാർ പൊതിക്കുന്നതല്ല കേട്ടോ, ഇത് പന്നി പൊതിക്കുന്ന കേട്ടോ. ഇത്ര വൃത്തിയായിട്ട് പന്നികൾ തേങ്ങ പൊതിച്ചിട്ട് ചിലപ്പോൾ ചിരട്ടയ്ക്ക് കട്ടി ഉണ്ടെങ്കിൽ അവർ പൊട്ടിക്കാൻ പറ്റാതെ ഇട്ടിട്ട് പോകാറുണ്ട്. അതേപോലെ ഇട്ടിട്ട് പോയിരിക്കുന്ന കേട്ടോ. ഇത് ഇവർ മാക്സിമം പൊട്ടിച്ചതിൻ്റെ ഉള്ളിലത്തൊക്കെ തിന്നിട്ടാണ് പോകുക. നമുക്ക് തേങ്ങ വീണ് കഴിഞ്ഞാൽ പന്നി എടുത്തിട്ട് പോകട്ടെ. ഇവിടെ പറമ്പിൽ എടുത്തിട്ട് പോകുകയല്ല, പന്നി അവിടെ നിന്ന് തന്നെ നല്ല വൃത്തിയായിട്ട് പൊതിച്ച് അതിൻ്റെ ഉള്ളിലത്തെ തേങ്ങയൊക്കെ കുത്തിപ്പൊട്ടിച്ച് തിന്നിട്ട് പോകും. ഇത് പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല പന്നിക്ക്, പക്ഷെ ഇത് കിടന്ന് കേട് വന്നു പോയിട്ട് ഇതിൻ്റെ ഇവിടെ ഓട്ട വീണിട്ട് അങ്ങനെ കേടായി പോയിട്ടുണ്ട്. എന്തോരം തേങ്ങ വീണാലും രാത്രിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സന്ധ്യ ആകുമ്പോൾ തന്നെ വന്ന് പറമ്പിൽ തേങ്ങ ഉണ്ടെങ്കിൽ പെറുക്കിയിട്ട് പോകണം. ഇതുണ്ട് തോട്ടിലിപ്പോൾ അത്യാവശ്യം വെള്ളം കുറവായിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒട്ടും അങ്ങനെ വറ്റും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. 40-40 വർഷം മുന്നെയാണ് ഒരു പ്രാവശ്യം നമ്മുടെ തോട് ഇവിടെയൊക്കെ വറ്റിയേക്കുന്നത്. താഴോട്ട് പോകുമ്പോൾ തോട് വറ്റും സ്വാഭാവികമായിട്ട്. ഈ ഒരുപാട് പേര് കൃഷിക്ക് വേണ്ടിയിട്ട് നനയ്ക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് താഴോട്ട് എത്തുമ്പോഴത്തേക്ക് തോട് വറ്റാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഭാഗത്തൊന്നും വറ്റിയിട്ട് ഒരുപാട് വർഷങ്ങളായി കേട്ടോ. ഉണ്ണേട്ടനൊന്നും ഓർമ്മ തന്നെ ഇല്ല ഇവിടെ തോട് വറ്റിയത്. ഉണ്ണേട്ടനൊക്കെ ജനിക്കണതിന് മുന്നേ കേട്ടോ, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ. ഇവിടെ എന്ന് വെച്ചാൽ അമ്മയ്ക്കിപ്പോൾ ഒരു 53 വയസ്സോളം ഉണ്ട്. അമ്മയൊക്കെ പറയണ അവരൊരു 10 വയസ്സ് 13 വയസ്സൊക്കെ ഉള്ള സമയത്താണ് ഈ തോട് അത്ര വേനൽ വന്ന് വറ്റിയേക്കുന്നത്. നമുക്കിപ്പോൾ കഴിഞ്ഞ വർഷവും മഴ കിട്ടിയിട്ടില്ല നേരെ വണ്ണം. ഈ വർഷം ഇപ്പോൾ 2-3 വർഷമായിട്ട് മഴ ഇത്തിരി പുറകോട്ടാട്ടോ. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ഇപ്പോൾ ബാധിക്കുന്നുണ്ട്. തോടും കുളങ്ങളും എത്രയോ വർഷങ്ങളായിട്ട് വറ്റാത്ത കുളങ്ങളൊക്കെ ഇപ്പോൾ വറ്റി തുടങ്ങുന്നുണ്ട്. വേനൽ നന്നായിട്ടുണ്ട് കേട്ടോ ഈ വർഷം. നമ്മുടെ ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് വേനൽ. എല്ലായിടത്തും ഉണ്ട്, ഇവിടെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ രാവിലെ സമയത്ത് തോട്ടിൽ നല്ല വെള്ളമുള്ള സമയം ഇപ്പോൾ മോട്ടർ മുകളിൽ നിന്നൊക്കെ കൃഷിക്ക് നനയ്ക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴുക്കിപ്പോൾ വെള്ളത്തിന് ഒഴുക്കിനെ നന്നായിട്ട് ബാധിക്കും. വെയിലൊക്കെ ആകുമ്പോൾ പിന്നെ ഈ ഒഴുക്ക് കുറയും കേട്ടോ. പക്ഷേ ഈ വെളുപ്പിൻ്റെ സമയത്ത് തോട്ടിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, ഒഴുകാനുണ്ടാവും. വെള്ളം കുറയുന്നതിനനുസരിച്ച് രാവിലെ നനച്ച് തുടങ്ങും. പിന്നെ വെള്ളം കുറയുമ്പോൾ രാത്രി തോട്ടിൽ നിന്ന് മോട്ടർ വെച്ചൊക്കെ നനയ്ക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഗവൺമെൻറ് പറയും കേട്ടോ നനയ്ക്കാൻ പറ്റില്ല, വെള്ളം ഇല്ലാതാകുമ്പോഴേ. കുടിവെള്ളം പോലും ഇല്ലാത്തൊരവസ്ഥ വരുമ്പോഴത്തേക്ക് നമ്മളിന്ന് ഉച്ചത്തേക്ക് കഴിക്കാനായിട്ട് തോരൻ വെക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ ചീരയൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചട്ടി എടുത്തു അടുപ്പത്ത് വെക്കട്ടെ. ചീരത്തോരനും മീൻ റോസ്റ്റും കേട്ടോ, മീൻ പെരട്ടുമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകണം. ആദ്യം ഇപ്പോൾ ചീരത്തോരൻ വെക്കാമെന്ന് വെച്ചു. തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തുണ്ട്. ഇപ്പോൾ കടുക് വറുത്തു. നമ്മൾ സവാളയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് പോവുകയാണ്. കുറച്ചധികം ചീരയുണ്ട്. പറമ്പിൽ നിന്ന് കിട്ടി അത്രയും ചീര പറിച്ചെടുത്തുകൊണ്ട് ചീര കുറച്ചധികം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ഉള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഇത്തിരി പിഞ്ച് പച്ചമുളകാണ്, അതുകൊണ്ട് കുറച്ചധികം എടുത്തിട്ടുണ്ട്. ചീര ഇട്ടപ്പോൾ തന്നെ ചട്ടി നിറഞ്ഞു കേട്ടോ. പക്ഷെ ഇതൊന്ന് ചൂട് കയറുമ്പോഴത്തേക്ക് നന്നായിട്ട് ഒതുങ്ങും. സാധാ ചീരയാണ് കേട്ടോ. ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചീരത്തോരൻ എടുത്ത് മാറ്റിയിട്ട് ഈ ചട്ടിയിൽ തന്നെ മീൻ വറക്കാൻ വെച്ചിട്ട് മീൻ റോസ്റ്റ് ഉണ്ടാക്കുക കേട്ടോ. ഒറ്റ ചട്ടി മതി. ഈ ഇരുമ്പ് ചട്ടിയാണെന്നുണ്ടെങ്കിൽ കരിയും പിടിക്കില്ല. നമുക്ക് അടുപ്പിൽ എങ്ങനെ വേണമെങ്കിലും വെക്കാം. കഴുകിയെടുക്കാനും എളുപ്പമാണ്. നമുക്ക് തോരൻ മാറ്റിയിട്ട് മീൻ വറക്കാം. അതിൽ
അപ്പോൾ നമുക്ക് മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഉണക്കമുളകൊന്ന് വറുത്തെടുക്കാവേ. ഉള്ളിയും ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. ശരിക്കും ചുട്ടെടുക്കുക കേട്ടോ വേണ്ടത്. അതാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. മീൻ പെരട്ട് എന്നൊക്കെ പറയണത് അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ ചട്ടിയിലിട്ട് ചൂടാക്കി. എല്ലാവരും എങ്ങനെയാട്ടോ ചെയ്യപ്പോൾ എണ്ണയില്ലാതെ ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കും. കുറച്ചധികം ചെറിയുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നന്നായിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ. ഒന്ന് വറുത്തെടുക്കും. അപ്പോൾ ഈ ഉള്ളി ഒന്ന് വാടി വരണേ. ശരിക്കും നമുക്ക് ചുട്ട പോലെ ആവില്ലേ, അതുപോലെ ആയി വരണേ. എന്നിട്ട് നമുക്കത് അരച്ചെടുക്കണം. ഇത് രണ്ടും കൂടെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാട്ടോ മീൻ മുറിച്ചെടുത്തിരിക്കുന്നത്. പെട്ടെന്നാവാനും നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാനും ചെറിയ കഷ്ണം നല്ലത്. ഇച്ചിരി മീനൊന്ന് അടി പിടിച്ചു കേട്ടോ. എന്താ പറ്റിയെന്ന് അറിയില്ല. ചട്ടിയിൽ അങ്ങനെ പിടിക്കുന്നതല്ല. ഇച്ചിരി ചട്ടി നമ്മൾ തോരനൊക്കെ വെച്ചിട്ട് അങ്ങനെ മുളകൊക്കെ വറുത്തോണ്ടാന്ന് തോന്നുന്നു. മുളക് വറുത്തപ്പോഴത്തേക്ക് ആ ചട്ടി വല്ലാണ്ട് ചൂടായിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് അടി പിടിച്ചു. അപ്പോൾ നമ്മൾ അതേ എണ്ണയുടെ കൂടെ തന്നെ എണ്ണയിൽ കടുക് വറുക്കാനായിട്ട് പോവുക കേട്ടോ. എണ്ണ മാറ്റുമൊന്നും വേണ്ട, ചട്ടിയും മാറ്റണ്ട. അതേ ചട്ടി അതേ എണ്ണ. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഇഞ്ചി ഇടാം ആദ്യം. ഇഞ്ചി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് വെളുത്തുള്ളി ഇടുവാണേ. ഇതിലോട്ട് നമ്മൾ കുറച്ചധികം ചെറിയുള്ളി അരിഞ്ഞെടുത്ത് ഇടുവാണ് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ടേ, വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അരച്ചെടുത്ത് നമ്മുടെ അരപ്പ് ചേർക്കാം കേട്ടോ. ഉള്ളിയും മുളകും കൂടെ അരച്ചെടുത്തത്. അതിൻ്റെ കൂടെ നമുക്ക് ഞാൻ ചെറിയ കഷ്ണം പുളിയുടെ വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. ചെറിയ പുളി വേണം, നല്ല രസം ഉണ്ടാവുള്ളൂ. ഞാനിട്ടത് കുടംപുളിയെ, നമുക്ക് വാളംപുളി വേണമെങ്കിലും ഇടാം കേട്ടോ. വാളംപുളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുടംപുളി എടുത്തത്. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ. നമുക്ക് ഇനി ഇതിലോട്ട് മീനിടാം. മീനിട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വറ്റി വരുമ്പോൾ നമുക്കിത് ഇറക്കാം കേട്ടോ. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി കഴിക്കാനായിട്ട് പോവാം കേട്ടോ. മീൻ കറി വെച്ചതുകൊണ്ടേ അതും കുറച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചീരത്തോരനും മീൻ പെരട്ടും. ചോറ് കഴിക്കട്ടെ കേട്ടോ. ഇനി കുറച്ച് മീൻ റോസ്റ്റ്, പിന്നെ നമ്മുടെ ചീര, മീൻ കറിയുടെ ഒരു കഷ്ണം എല്ലാം കൂടെ കൂട്ടിയിട്ടോ കഴിക്കണത്. കഴിക്കാട്ടോ. മീൻ പെരട്ട് തന്നെ കഴിച്ചോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിന് മുന്നേ പ്രാവശ്യം ഉണ്ടാക്കിയപ്പം എരിവ് ഇച്ചിരി അധികമായി. ഇപ്പോൾ എരിവൊക്കെ കറക്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. മീൻ പെരട്ടിലേ ഒരുപാട് എരിവായി പോകരുത്. പിന്നെ നമ്മൾ ഉള്ളി വഴറ്റി അരക്കില്ലേ, ഇച്ചിരി അധികം എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഉള്ളി ആ ചുട്ടേൻ്റെ ഒരു മണം ഉണ്ട് കേട്ടോ, അത് നല്ല രസമാണ്. പിന്നെ എരിവ് ഒരുപാട് ആവാതിരിക്കുക നല്ലത്. ഈ എരിവ് പറഞ്ഞ നീളമുളകില്ലേ, അതും പകുതി എടുക്കുകയാണെങ്കിൽ നല്ല കേട്ടോ. പകുതി എരിവുള്ള മുളകും എരിവില്ലാത്ത മുളകും കൂടെ. മീൻ കറിക്കാട്ടെ എരിവ്. ഇപ്പോൾ കഴിക്കട്ടെ. ഇനി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. നല്ല വയറൊക്കെ നിറഞ്ഞാൽ പിന്നെ ഒരു ചൂടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്ക് ഒരു വെയിലിൻ്റെ ഒരു ചൂടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. നമുക്കിനി താഴെ പോകാം കേട്ടോ. കുറച്ച് വിറക് എടുക്കാനും പോകാം. പിന്നെ അമ്മ അവിടെ മുളക് പറിക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് പറ്റുകയാണെങ്കിൽ അമ്മയെ കുറച്ച് മുളക് പറിച്ചിട്ട് സഹായിക്കാം. വിറക് വെട്ടാനായിട്ടാട്ടോ പോകുന്നത്. നോക്കട്ടെ, പറിക്കാനുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം പറിക്കാം. അല്ലെങ്കിൽ നമ്മൾ വിറക് വെട്ടാനായിട്ട് പോവുകയാണേ.
ഇതൊരു കാപ്പിയാട്ടോ, നല്ല വളർന്നു പോയൊരു കാപ്പി. ഇതിൻ്റെ അകത്ത് കൊടി കയറിയതാണേ. നമ്മുടെ ഇവിടെ പറമ്പിൽ പൊതുവെ കൊടി കുറവാണ്. നമ്മൾ എടുത്തേക്കുന്ന കൂടുതൽ കുരുമുളകും നമ്മളിങ്ങനെ ഒരു വർഷത്തേക്കുള്ള അങ്ങനെ തോട്ടങ്ങൾ എടുത്തേക്കുന്നതാണ് കേട്ടോ. അധികം മുളകുള്ളതും നമ്മൾ കൂടുതലും വീട്ടിൽ പല്ലിയറ വീട്ടിൽ കുരുമുളക് മെതിക്കുന്ന മെഷീനുണ്ട്. മുളകും ചണ്ടിയും വേറെ വേറെ ആയിട്ട് കിട്ടും. അവിടെ കൊണ്ടുപോയിട്ടാട്ടോ അധികമായിട്ടുള്ള മുളക് കൊണ്ടുപോയി മെതിക്കുന്നത്. കുറച്ചൊക്കെ ആണെങ്കിൽ നമ്മൾ കാലുകൊണ്ട് മെതിച്ചെടുക്കും. നമുക്കിവിടെ ഇപ്പോൾ 5-6 പണിക്കാരുണ്ട് കേട്ടോ മുളക് പറിക്കാനായിട്ട്. തോട്ടം എടുക്കുന്നതുകൊണ്ടാണ് ഈ വർഷമായിട്ട് അധികമായിട്ട് തോട്ടം എടുത്തിരിക്കുന്നത്. സാധാരണ ഒരു കുറച്ച് തോട്ടങ്ങളൊക്കെ എടുക്കാറുള്ളൂ. വേനലും കൂടെ വരുന്നതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് കൊടികളൊക്കെ വാടി. കുരുമുളക് പറിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ കൊടി വലിയ പ്രശ്നമില്ല. കുരുമുളകോട് നിൽക്കുന്ന കൊടികളൊക്കെ വേഗം വേഗം ഉണങ്ങിപ്പോവാണ്. നമ്മൾ കുറച്ച് വെള്ളം പിരിയുക കേട്ടോ കുടിക്കാനായിട്ട്. നല്ല മടുപ്പായി. വെള്ളത്തേക്ക് വിചാരിക്കില്ലേ? നല്ലതാണോ? പുളിയുണ്ടോ? പറ, നല്ലതാണോ പറ. ഇങ്ങനെ കുടിച്ചോളട്ടെ. പുളിയോ? നല്ല പുളിയാ. ഇത്രയും വേണ്ടായിരുന്നു. പുളി വലിയ കാര്യമായിട്ടില്ല. വെയിലായതുകൊണ്ട് എത്ര വെള്ളം കുടിച്ചാലും മതിയാവുന്നില്ല. തണ്ണിമത്തം വാങ്ങി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വെള്ളം കലക്കി കുടിക്കലോ, എന്നാലും വെള്ളം കുടിച്ചാലും മതിയാവുന്നില്ല. നല്ല ചിലവ് ഇപ്പോൾ വെള്ളത്തിന്. കുഞ്ഞ് മൊത്തം കുടിച്ചോട്ടെ, വയറ് നിറച്ച കുടിച്ചിട്ട്. മുളക് ഉണങ്ങാനിട്ടത് വാരി എടുക്കുക കേട്ടോ. നമ്മളിവിടെ അടുത്തുള്ള വീട്ടിൻ്റെ മുകളിലും ഇടുന്നുണ്ട്, നമ്മുടെ വീടിൻ്റെ മുകളിലും മുളക് ഉണങ്ങാനിടുന്നുണ്ടേ. ചില സമയത്ത് മാത്രമേ ഉള്ളൂ ഒരുമിച്ച് ഒരുപാട് മുളക് വരുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിടും. ഒരുവിധം ഉണക്കായ മുളകാട്ടോ. തണുക്കുന്നതിന് മുന്നേ വാരി വെക്കുക. കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് സുന്ദി ചേച്ചിയുടെ അവിടെ വിട്ടു കേട്ടോ. സുന്ദി ചേച്ചിയുടെ അടുത്ത് നിൽക്കും. ഇവിടെ കൊണ്ടുവന്ന് വിട്ടാലേ ഇവിടെ സൈഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾ ഇവിടെ നമുക്ക് പേടിയാവും. അവിടെ നിർത്തിയിട്ട് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളി കയറി. ഓക്കേടാ. നമ്മൾ ആദ്യത്തെ ദിവസം മുളക് ഇട്ടിട്ട് കുറച്ച് നല്ല വെയിലുള്ളപ്പോൾ തന്നെ കൂട്ടി മൂടി വെക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആവശ്യം മുളക് നന്നായിട്ട് കറക്കും. അല്ലെങ്കിൽ മുളക് അങ്ങനെ കറക്കില്ല. കറുത്ത മുളകാട്ടോ നല്ലത്. കളറ് നല്ല ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് നമ്മൾ കൊടുക്കുക ചെയ്യുന്ന സമയത്ത്. ഞാൻ രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ഫുള്ള് വെയിലത്തിട്ട് ഉണക്കുക ചെയ്യുന്നത്. നിങ്ങൾ വെറും തറയിലാട്ടോ ഇടുന്നത് കൂടുതൽ. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഷീറ്റിലൊക്കെ ഇട്ടാൽ വാരാനൊക്കെ എളുപ്പമാണ്. പക്ഷേ
ശരിക്കും ചൂട് ശരിക്കും കിട്ടില്ല. വെറും തറയിൽ ഇടുവാണെങ്കിൽ താഴെ നിന്ന് മുകളിൽ നിന്നുള്ള ചൂട് വരും. ഈ മുളക് കൊണ്ടുപോയിട്ട് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് വേണം വീട്ടിൻ്റെ മുകളിൽ കിടക്കുന്ന മുളക് വാരി വെക്കാനായിട്ടുണ്ടോ. ഒരുപാട് മുളകുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കൊണ്ടിടാറുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുവരവും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് ഇത്രയും ദൂരം ചുമന്നുകൊണ്ട് വരൽ. അത് ഈ രാവിലെ സമയത്ത് വെയിൽ വരുന്നതിന് മുന്നേ തന്നെ അമ്മ മുളകിടാനായിട്ട് നോക്കും. ആ സമയത്ത് തന്നെ കൊണ്ടുവരൽ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് വീട്ടിൻ്റെ മുകളിൽ സ്ഥലമില്ലെങ്കിൽ മാത്രമേ ഇവിടെ കൊണ്ടുപോയിട്ടുള്ളൂ. ഇവിടുത്തെ അത്ര ഉണങ്ങില്ല കേട്ടോ. വീട്ടിൻ്റെ അവിടെ ചോലയൊക്കെ ഇറക്കിക്കൊണ്ട് പിന്നെ ഉണങ്ങും. എന്നാലും നമ്മൾ സ്ഥലം നോക്കിയിട്ട് ഒട്ടും ഇല്ലെങ്കിൽ മാത്രമേ ഇവിടെ കൊണ്ടിടാറുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി നേരെ ഇത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അവിടുത്തെ വാരി വെക്കാം. ഈ മുളക് വാരുന്നില്ല കേട്ടോ. ഇത് നാളെ ഇവിടെ തന്നെ ഇടാൻ പോവാം. അത് വഴി സൈഡായതുകൊണ്ട് നമുക്ക് അവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ഇത് നമ്മുടെ വീട്ടിൻ്റെ മുകളിലായതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഇടുക. നമ്മളിത് മൂടി വെക്കുക കേട്ടോ. മഴക്കാർ എന്തെങ്കിലും വരുവാണെങ്കിൽ രാത്രി വാരി വെക്കും. അത് ഇവിടെ ഇടുക. എന്നിട്ട് നാളെ ഇവിടെ തന്നെ നിരത്തും. മഴക്കാറുണ്ടെങ്കിലേ പ്രശ്നം. മഴക്കാറാണെങ്കിൽ പാതിരാത്രി ഓടി ഒന്ന് വരേണ്ടി വരും. എപ്പോഴാണ് മഴ പെയ്യുക? ഇപ്പോഴത്തെ മഴ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പടപടപടോന്ന് പറഞ്ഞ് വരുമല്ലോ. 4 തുള്ളി വന്നാൽ മുളക് നാശമാവും. അപ്പോൾ മഴക്കാറുണ്ടെങ്കിൽ രാത്രി വാരും. പിന്നെ കുളിച്ചിട്ട് നേരെ ഉത്സവപ്പറമ്പിലോട്ട് പോവാണ് കേട്ടോ. ഇന്നലെ കുഞ്ഞിനെ കൊണ്ടുപോയതുകൊണ്ട് ഇന്ന് കൊണ്ടുപോകുന്നില്ല. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ കുഞ്ഞിനെ ഇന്ന് കൊണ്ടുപോകുന്നില്ല. ഇന്നലെ അമ്മേനെ കൂട്ടിയിട്ട് പോയേ. ഇവിടുന്ന് അമ്മയും അച്ഛയും കൂടെ അവർ വരുന്നുണ്ട് കേട്ടോ. അവർ കുറച്ച് കഴിഞ്ഞേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞേ. ഞങ്ങൾ വെയിൽ പോകാനൊക്കെ ആയിട്ട് അങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും നേരെ റെഡി ആയിട്ട് പോവുകയാണ് കേട്ടോ. റെഡിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുപോകണില്ല. ആദ്യം ബുള്ളറ്റിൽ പോകാനായിട്ട് വിചാരിച്ചു. പിന്നെ എന്തായാലും വിചാരിച്ച് കാറും കൊണ്ട് പോകാമെന്ന്. 2-3 സാധനങ്ങൾ അവിടെ കണ്ടുവച്ചിട്ടുണ്ട്. അത് വാങ്ങാനായിട്ടാണ്. പിന്നെ എന്താ പറയുക, 2 സഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇട്ടിട്ട് വരാനായിട്ടേ. പിന്നെ ചെറിയൊരു ബാഗും എടുത്ത്. ഒരു തത്തമ്മ വന്നിരിക്കുക. തത്തമ്മ വന്നിട്ട് അമ്മയുടെ കയ്യിലിരുന്ന് പഴമൊക്കെ കഴിച്ചു. ആരോ വളർത്തുന്ന തത്തമ്മയെന്ന് തോന്നുന്നു. നമുക്ക് പഴം കൊടുത്ത പഴമൊക്കെ കഴിച്ചു. എന്നിട്ട് ഇതിൽ പറന്ന് കിടക്കുന്നുണ്ട് കുഞ്ഞിത്തത്തമ്മ. ഇപ്പം ഇറങ്ങാം. ഞങ്ങളവിടെ എത്തിയ സമയത്ത് നമ്മുടെ ഇവിടെ ഊരുകളിൽ നിന്നിട്ട് കാളകളെ ഇങ്ങനെ നേർച്ചയായിട്ട് അമ്പലത്തിലോട്ട് കൊണ്ടുവരും കേട്ടോ. അത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആഘോഷമായിട്ടായിട്ട് കൊണ്ടുവരിക. നല്ല കൊട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേരൊക്കെ കൂടി വരിക കേട്ടോ. പൂജകളൊക്കെ ഉണ്ടാവും ഊരിൽ. പൂജയുടെ ചെയ്യണതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പോയില്ല. അവിടെ കുറേ കാളകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കാളകളെ കൊണ്ടുവരും. പിന്നെ നമ്മൾ അതിൽ പുറത്തു കൂടെ തന്നെയായിരുന്നു പോയിരുന്നത്. നമ്മുടെ ഇവിടെ സാധാരണ അമ്പലങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് എല്ലാ കാര്യങ്ങളും കുറച്ച് വ്യത്യസ്തതയുണ്ട് കേട്ടോ. ഇവിടെ പൂജയിലായാലും നമുക്ക് എപ്പോൾ പോയാലും നമുക്ക് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമുക്ക് പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പകൽ സമയത്ത് രാവിലെ വൈകുന്നേരം അങ്ങനെ സമയമൊന്നുമില്ല കേട്ടോ. എപ്പോൾ വേണേലും പോയി കഴിഞ്ഞാൽ കുറേ നേരം അവിടെ ഇരിക്കാം. നമുക്ക് നല്ല മനസ്സ് ഫ്രീ ആവും കേട്ടോ. ഒരു നിയന്ത്രണം അങ്ങനെ നമ്മൾ പറയുക ഒരുപാട് നമ്മളിങ്ങനെ നിയന്ത്രിച്ചതാകുമ്പോൾ നമുക്കാണെങ്കിലും അമ്പലത്തിൽ പോയാൽ ഒരു സമാധാനം കിട്ടില്ലല്ലോ. ഇവിടെ നേരെ തിരിച്ചാട്ടോ. നല്ല മൈൻഡൊക്കെ ഫ്രീ ആവുമേ. ഞങ്ങൾ പിന്നെ ചേട്ടൻ്റെ അടുത്ത് ഒരു PP വാങ്ങിയിട്ടുണ്ടായിരുന്നു. PP ചെറിയൊരു PP ആയിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിലത്തെ സംഭവമില്ല പൊങ്ങണത്. അത് ഭയങ്കര ചെറുതായിരുന്നു. ചേട്ടൻ്റെ അടുത്തുള്ള വലിയതായിരുന്നു കേട്ടോ. അത് കണ്ടിട്ടായിരുന്നു വാങ്ങിയത്. എന്നിട്ട് എന്താണെന്നൊക്കെ ചോദിക്കായിരുന്നു ചേട്ടനോട് അങ്ങനെ. അപ്പോൾ ചേട്ടൻ പറയാം അത് നമ്മൾ വലുത് തന്നു കഴിഞ്ഞാൽ നമ്മുടെ അതിൽ നിന്ന് വേഗം പൊട്ടിപ്പോകുന്നു. ഈ ചെറുത് വാങ്ങിയിട്ട് തന്നെ 2 ദിവസത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതൊക്കെ കുട്ടികളല്ലേ, അവരടുത്ത് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇങ്ങനെ നടന്നു വന്നു. പുതപ്പ് അങ്ങനത്തെ ഒന്നും വാങ്ങിയില്ല കേട്ടോ. അതൊക്കെ നമ്മൾ ഇതിന് മുന്നേ വാങ്ങിയേക്കുന്ന ആവശ്യത്തിന് വീട്ടിലുള്ളതുകൊണ്ട് അങ്ങനത്തെ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഈ പാത്രങ്ങളും ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിന് മുന്നേയൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ വാങ്ങാനായിരുന്നു. പക്ഷെ ഇപ്പോൾ ആവശ്യത്തിനുള്ളതുകൊണ്ട് അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ നൈട്രജൻ ലിക്വിഡ് നൈട്രജൻ ആക്കിയിട്ടുള്ളൊരു സംഭവം വൈകൂടെ പുകയൊക്കെ വരും കേട്ടോ. ഇങ്ങനെ കഴിക്കണ ഓരോരുത്തർ കഴിക്കണൊക്കെ കണ്ടിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. അതൊന്ന് കഴിച്ചു നോക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് കേട്ടോ. ഇത് മാത്രം ഇതുവരെ അങ്ങനെ കഴിച്ചു നോക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊന്ന് കഴിച്ചു നോക്കാനായിട്ട് അത് പറഞ്ഞിട്ട് തന്നെ 60 രൂപയോ അങ്ങനെ കണ്ടായിരുന്നു എന്നാണ് കേട്ടോ എൻ്റെ ഓർമ്മ. കറക്റ്റ് ഓർമ്മയില്ല.
ഞാൻ നല്ല രസമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയല്ല കേട്ടോ വായിലോട്ടിട്ട്. പക്ഷേ എൻ്റെ പല്ലൊക്കെ മരച്ച് പോയിട്ട് ഒരുമാതിരി ഉണ്ടായിരുന്നു വായിലോട്ടിട്ടപ്പം. ഞാൻ ഒരു ടേസ്റ്റ് ഒന്നുമില്ല, വായു ഇങ്ങനെ പുക വരുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളത് കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പല്ലൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോകണ പോലെ തോന്നിട്ടോ. അതങ്ങനെ എത്ര തണുപ്പായിട്ടാണോ എന്നറിയില്ല, നല്ല ഇങ്ങനെ പല്ലിലോട്ട് ഒരുപാട് തണുപ്പ് ഇറങ്ങുന്ന പോലെ തോന്നിയേ. അങ്ങനെ ആസ്വദിച്ച് കഴിക്കാനായിട്ടൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒന്നാമത് ഞാൻ ഒരുപാട് തണുപ്പുള്ള സാധനങ്ങളൊന്നും അങ്ങനെ കഴിക്കില്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ വായിലിട്ട് കഴിഞ്ഞപ്പോൾ. ഉണ്ണിയേട്ടനും കൊടുത്തു. ഇത്രയും വാങ്ങണ്ടായിരുന്നു എന്ന് വിചാരിച്ചു കേട്ടോ. ഇത്രയും വാങ്ങിയിട്ട് ഒന്ന് കഴിച്ചപ്പോൾ തന്നെ മതിയായിട്ടുണ്ടായിരുന്നു. കൂടിപ്പോയ 2 കഴിക്കാൻ പറ്റും, അതിൽ കൂടുതലൊന്നും കഴിക്കാനായിട്ട് പറ്റണേണ്ടായിരുന്നില്ലേ. ഇതിന് മുന്നേയൊക്കെ ഞങ്ങൾ ഉത്സവങ്ങൾക്ക് വരുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ വാങ്ങുമായിരുന്നു. ഇപ്പോഴെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഈ ഓൺലൈനിൽ നിന്ന് റേറ്റൊക്കെ നോക്കി കുറഞ്ഞ് വാങ്ങുക, അല്ലെങ്കിൽ നമുക്ക് അത്ര അത്യാവശ്യം അല്ലെങ്കിൽ കുറച്ച് വീട്ടിലോട്ടൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ചവിട്ടി ബെഡ്ഷീറ്റ് അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ, ഈ ബെഡാ ബസാർ, ബിഗ് ബസാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഷോപ്പുകളുണ്ട് കേട്ടോ. അവിടെയൊക്കെ പോയി നല്ല റേറ്റ് കുറവിൽ കിട്ടും കേട്ടോ. അതുകൊണ്ടെന്ന് തോന്നുന്നു ഒന്നും വാങ്ങാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല, ഒന്നും അങ്ങനെ നല്ലതുള്ള പോലെ ഒന്നും തോന്നിയതുമില്ല കേട്ടോ. പിന്നെ ഒരുപാട് പോയി അങ്ങോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ഒരു താല്പര്യമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങ് വറുത്തത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതാദ്യമായിട്ടാണ് കഴിക്കുന്നത്, അപ്പോൾ എങ്ങനെ ഉണ്ടാകുന്ന അറിയാനായിട്ടത് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാളനും ഒരു ബൂസ്റ്റ് കുലുക്കിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബൂസ്റ്റ് കുലുക്കിയും പിന്നെ ഞാൻ വാങ്ങി എന്ത് കുലിക്കാന്ന് എനിക്ക് ഓർമ്മയില്ല. കാളൻ ഞങ്ങൾ ഇന്നലെ അപ്പുറത്ത് നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നിനും കൊള്ളില്ലായിരുന്നു കേട്ടോ. അതിലെന്തൊക്കെയോ ഇട്ടേക്കുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കഴിക്കാൻ പറ്റാത്ത സാധനങ്ങൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ അങ്ങനെ ഒരു ഒട്ടും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നന്നായിട്ട് തോന്നിയേ. പിന്നെ ഞാൻ എന്ത് കുലുക്കി എടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഒരു പച്ച കളർ കുലുക്കിയായിരുന്നു. ഉണ്ണിയേട്ടൻ ബൂസ്റ്റ് കുലുക്കി എടുത്തു, അത് ഉണ്ണിയേട്ടൻ ഇഷ്ടപ്പെട്ടു. എനിക്ക് പക്ഷേ ആ പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാളം പക്ഷേ ചൂടോട് കഴിക്കാനായിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. ഞങ്ങൾ ഇതിന് മുന്നേ വന്ന സമയത്തൊക്കെ ഈ മൺചട്ടിയും അങ്ങനെ മണ്ണിൻ്റെ പാത്രങ്ങൾ കൂടുതലും വീട്ടിലോട്ട് നമ്മൾ എന്തെങ്കിലും ഷോക്കേസിലൊക്കെ വെക്കാനുള്ള മണ്ണിൻ്റെ അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വീട്ടിലോട്ട് അങ്ങനെയൊക്കെ എല്ലാം വാങ്ങി വെച്ചേക്കുന്നതുകൊണ്ടാണോന്ന് അറിയില്ല, അങ്ങനത്തെ ഒന്നും വാങ്ങാനായിട്ട് തോന്നിയില്ലേ. ഇതെന്ത് കുലിക്കുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞതിൻ്റെ പേരെന്താണെന്ന് മറന്നുപോയി. ഞങ്ങൾ കുറേ നേരം അതിൽ കൂടെ നടന്നു. ആകെ വാങ്ങിയത് കുഞ്ഞിനൊരു പി പിന്നെ 2 കത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വെട്ട് കത്തിയും പിന്നെ ഒരു ചെറിയൊരു കറുക്കത്തിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതേ ആകെ വാങ്ങിയിട്ടുള്ളൂ, വേറെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. തിരിച്ച് വരാറായപ്പോൾ കുറച്ച് ഹൽവയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊരി പോലും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്തോ അങ്ങനെ ഒരു വാങ്ങാനായിട്ട് വാങ്ങണം തോന്നിയില്ല. പിന്നെ അച്ഛയമ്മയൊക്കെ വരുന്നുണ്ട്, അപ്പം അച്ഛയമ്മ എന്തായാലും വാങ്ങും, അതുകൊണ്ട് പിന്നെ ഞങ്ങളൊന്നും അതും വാങ്ങിയില്ല കേട്ടോ. ഇന്നലെ വന്ന സമയത്ത് നമ്മൾ ഒരുവിധം ഈ ഊഞ്ഞാൽ അല്ലെങ്കിൽ കുഞ്ഞിനെ കളിപ്പിക്കാനുള്ള അങ്ങനത്തെ ഇതിലൊക്കെ കയറിയതുകൊണ്ട് ഇന്ന് അതിലും കയറിയിട്ടുണ്ടായിരുന്നില്ല. വെറുതെ ഒരുപാട് പ്രതീക്ഷകളോട് പോയത്, പക്ഷെ ഒന്നും അങ്ങനെ വാങ്ങാനായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കാണാനായിട്ടോ ഒന്നും ഉണ്ടില്ല, അപ്പോൾ തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.